ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ് പഫ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഓവനോ അങ്ങനെയൊന്നും വേണ്ട, നമ്മൾ ഷീറ്റ് കടയിൽ നിന്ന് മേടിക്കുകയോ അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടി ഉണ്ടാക്കുകയോ ഒന്നും വേണ്ട. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴിയാണ് നമ്മളിന്ന് ലെയറോട് കൂടിയിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന പഫ്സിൻ്റെ അതേപോലത്തെ തന്നെയുള്ള എഗ് പഫ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, മൈദപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഗോതമ്പ് പൊടിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ, മൈദപ്പൊടിക്ക് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ മൈദപ്പൊടിയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടാവും. പിന്നെ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് ഒന്ന് ഉരുക്കുക. ഇപ്പോൾ ചിലപ്പം ചിലയിടങ്ങളിലൊക്കെ നെയ്യ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള നെയ്യാണെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഇതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനത്തെ ഒന്നും ചേർത്തേക്കരുത്. നമുക്ക് നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആണെങ്കിലും അല്പം മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ അളവിൽ തന്നെ 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എങ്കിലാണ് ആ ഒരു പഫ്സിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ഇതെല്ലാം കയ്യിലൊന്ന് ഈ ബട്ടറും ഈ പൊടിയും മൈദപ്പൊടിയും കൂടെ ഒന്ന് തിരുമ്മിയെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലാണ് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ അല്ലെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് നമ്മുടെ ആ ഒരു നമ്മൾ കഴിക്കുന്ന ഒരു മൈദയുടെ ഒരു പുറത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് പോലെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എല്ലായിടത്തേക്കൊക്കെ അത്യാവശ്യമൊക്കെ ഈ ഒരു നെയ്യ് ആവശ്യത്തിന് തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ടെന്നാണ്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന അതേ കണക്കിന് തന്നെ കുഴയ്ക്കാം. ഞാൻ ഇതിന് കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നില്ല, കാരണം ഓരോ പൊടിക്കും ഓരോ അളവാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. സാധാരണ വെള്ളമാണ്, ചൂടുവെള്ളമോ ചെറു ചൂടുവെള്ളമോ ഒന്നും എടുക്കണ്ട. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നോക്കിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ടുള്ള മുട്ട പഫ്സിന് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് മുട്ട മസാലയല്ലേ. അപ്പോൾ ആ മസാല ഉണ്ടാക്കുന്നത് വരെ ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട മസാല ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനകത്തോട്ട് നമുക്കൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായതിനു ശേഷം 1/4 ടീസ്പൂണോളം പെരുംജീരകം ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 4 മുതൽ 5 അല്ലി വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും നടുവേ കീറിയിട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ സ്വാദാണ് ഇച്ചിരി കൂടെ വേണ്ടത് കേട്ടോ. അതാണ് ഈ മുട്ടയുടെ മസാലയ്ക്ക് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ 2 സവോളയാണ് ഞാൻ അരിഞ്ഞിടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതലൊക്കെ ചേർക്കാം. അപ്പോൾ 2 സവോള ഞാൻ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് വഴണ്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇനി ഇത് 1 മിനിറ്റോളം നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഇതിൻ്റെ നിറമൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി നിറക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ലോവിലോട്ട് മാറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ്, അതും 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചിക്കൻ മസാലയോ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുക പൊടിക്ക് വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കുരുമുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര ഒരു എരിവായി പോകുന്നു തോന്നി. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതല്ല, അതുകൊണ്ട്. അപ്പോൾ ഇനി ആ ഒരു മസാലയുടെ മണമൊക്കെ ആ ഒരു കുത്തലൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി ഞാനിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് തന്നെ കിട്ടണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അതിന് പകരം കറിവേപ്പില ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അപ്പം ഞാൻ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് ഒരു കൊച്ചു കാര്യം കൂടെ ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ തൈര്. അത് നിങ്ങൾക്ക് തൈരിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം
ചേർത്താൽ മതി. നല്ലൊരു കൊഴുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടും ഒരു നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. നമ്മൾ ഈ മുട്ടയുടെ മസാലക്കറിയിലും എഗ് കറിയിലും അല്ല ചിക്കൻ കറിയിലൊക്കെ ചേർക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ നല്ലതാണ് തൈര് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയത്, എഗ് പഫ്സ് ആയതുകൊണ്ട് മുട്ട പുഴുങ്ങിയത് നമുക്കിതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് പകുതിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് തന്നെ നിങ്ങൾക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്നും കൂടെ പകുതിയാക്കി മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾക്ക് കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എനിക്കിപ്പോൾ ഇവിടെ കറിക്കൊക്കെ ഉപ്പ് കറക്റ്റായിരുന്നു. ഇനി നമ്മുടെ മാവ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ സമയം എടുത്തിട്ട് ഇതൊന്ന്, ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. അതാണ് എനിക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ കുഴച്ചെടുത്ത് ഞാനിത് ഇങ്ങനെ നീളത്തിൽ അങ്ങ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളിനി ഇത് ചപ്പാത്തി പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് പരത്തുന്നതിന് മുൻപ് നമുക്ക് ഒരു മിക്സും കൂടെ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇത് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. ഇത് ചെയ്താലാണ് നമുക്ക് ആ ഒരു എഗ് പഫ്സിൻ്റെ ആ ഒരു എന്താ പറയുക ലെയറോട് കൂടിയിട്ടുള്ള എഗ് പഫ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിനകത്തോട്ട് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കോൺഫ്ലവർ. ഒരു 3 ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഇതുപോലെ തന്നെ മെൽറ്റ് ആയിട്ടുള്ള നെയ്യ് തന്നെയാണ്. അത് ചെറിയ ചൂടുണ്ടെങ്കിൽ നല്ലതാണ്, ഇനിയിപ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഈ നെയ്യ് ചേർക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, കട്ടയായിട്ടിരിക്കുന്ന നെയ്യ് ഉപയോഗിക്കരുത് കേട്ടോ. നമുക്ക് ആ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ഒരു കോൺഫ്ലവറും ഈ ഒരു നെയ്യും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു വെള്ളം പോലെയുള്ള ഒരു പരിവാക്കിയെടുക്കാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടെ നെയ്യ് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നെയ്യ് ഇല്ല, ഇനിയിപ്പോൾ ഇതിനകത്തും കൂടെ നെയ്യ് വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കോൺഫ്ലവറിനകത്ത് അല്പം എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ കോൺഫ്ലവർ അല്ലെങ്കിൽ എണ്ണ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലും ചേർക്കുക. വെളിച്ചെണ്ണ നമ്മൾ ഈ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു വെള്ളം പോലത്തെ ഒരു ഒത്തിരി വെള്ളം പോലെയല്ല, അത്യാവശ്യം ഒന്ന് കുറുകിയിരിക്കുന്ന എന്നാൽ കുറച്ചൊരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു രീതിയിൽ ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മിക്സ് കൂടെ നമ്മുടെ ഈ ഒരു ലെയറിനകത്ത് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു രീതിയിൽ കിട്ടുക. അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും ഓരോ ഉരുളകളും ഇതുപോലെ ചപ്പാത്തിയുടെ പോലെ നന്നായി പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്രത്തോളം കനം കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ചിട്ടാണ് ഞാനത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ കനം കുറച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തത് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് കൈ വെച്ചിട്ട് ചെയ്യുക. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിനേക്കാളും കൈ വെച്ചിട്ട് എല്ലായിടത്തും, നമ്മുടെ വിരൽ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം അല്പം മൈദപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഇതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ, അതൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഓരോ ചപ്പാത്തിയും ഇതേപോലെ ചെയ്യുക. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ. അതിനുശേഷം ഇതിങ്ങനെ ലെയർ പോലെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ചപ്പാത്തി വെക്കുക, അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു കോൺഫ്ലവർ മിക്സും പിന്നെ പൊടിയും ചേർക്കുക, പിന്നെ ഒരു ചപ്പാത്തി വെക്കുക, പിന്നെയും കോൺഫ്ലവർ മിക്സും പൊടി, അങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മുടെ കയ്യിൽ ആ ഒരു ലെയറാക്കാൻ എടുക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ ഇത്രയും ചപ്പാത്തി ഇതുപോലെ ലെയറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ വെക്കുന്ന ചപ്പാത്തിക്കും ചപ്പാത്തിയുടെ മേലും ഇതുപോലെ കോൺഫ്ലവർ മിക്സും ആ പൊടി ഇട്ടിട്ട് ഒന്ന് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു അറ്റത്തുനിന്ന് ഇതിങ്ങനെ മടക്കി മടക്കി എടുക്കുകയാണ്. ഒത്തിരി വീതിയിൽ എടുക്കരുത്, വീതി കുറച്ച് എത്രത്തോളം ചെറുതാക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് മടക്കി മടക്കി എടുക്കുക. മടക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മൈദയാണ്, അപ്പം നമ്മൾ വലിക്കുന്നത് പോലെ അത് നീളം വെച്ചോളും. അപ്പോൾ രണ്ട് സൈഡിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇച്ചിരി നീളത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു നീളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ല ലെയറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഞാനത് മുറിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ലെയേഴ്സ് വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ അടുക്കി വെച്ചതുകൊണ്ടാണ്. ആ ലെയർ ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ കോൺഫ്ലവറും ഓയിലിൻ്റെ മിക്സ് തേച്ചിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും ചെയ്യും. ഇനി നമുക്കിത് നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണമെന്നനുസരിച്ചിട്ട് ഇത് മുറിച്ചെടുക്കുക. ഞാനതൊരു മീഡിയം സൈസിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി അടുത്തത് നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് ലെയറുകൾ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന റോളർ വെച്ചിട്ട് നമ്മളതൊന്ന് ഒത്തിരി വലുതായിട്ടോ കനം കുറച്ചിട്ടൊന്നും പരത്തരുത്. ഒരു മീഡിയം സൈസിലാണ് മീഡിയം തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പം ഞാൻ കാണിക്കാം. ഈ ഒരു വലിപ്പത്തിൽ ഒരു കൊച്ചു വട്ടം ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലൊരു സ്ക്വയർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് മുട്ട ഒന്ന് വെച്ച് കൊടുക്കുക, മുട്ടയുടെ മസാല വെച്ച് കൊടുക്കുക. ആദ്യമേ തന്നെ മസാല ഇട്ടിട്ട് മുട്ട വെച്ചെന്നാലും മതി കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ആ മുട്ടയുടെ മസാല ആദ്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ഒരു പുറം ഭാഗത്തോട്ട് അതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചിലപ്പോൾ ആ ഒരു എണ്ണ ഒഴുകി ആ ഒരു എണ്ണമയം കാണുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊക്കെ ഒന്ന് മടക്കിയെടുക്കാം. ഞാനിതിവിടെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മൾ സാധാരണ പഫ്സൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ ഒരു രീതിക്കാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ കുഞ്ഞിതായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാൻ അതുകൊണ്ട് 1 കപ്പ് മൈദയെ ഞാൻ എടുത്തുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എണ്ണത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ സൈഡുകളിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ 2 വിരൽ വെച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. നമ്മളിത് വറുത്തെടുക്കാണ് ചെയ്യുന്നത്. അപ്പം ആ കറക്റ്റ് അത് സീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മസാല എല്ലാം എണ്ണയിൽ പോയി ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 2 വിരൽ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഇനി ഞാൻ വേറെ ഒരു ഷേപ്പും കൂടെ കാണിക്കാം. നമ്മൾ സമോസയുടെ അല്ല, പഫ്സ് തന്നെ നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലത്തെ വേറൊരു ഷേപ്പും കൂടെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു എഗ് പഫ്സ് നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇത് ജസ്റ്റ് ഒരു മടക്ക് മാത്രം മടക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വറുത്ത് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അടിക്കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിറച്ച് എണ്ണ എടുക്കാൻ നോക്കുക. നമ്മൾ ചെറിയ എണ്ണയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള എണ്ണ എടുക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ആദ്യം ഞാനൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ചൂടായതിന് ശേഷം ഞാനത് പതുക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി എന്നിട്ടാണ് ഈ പഫ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പറ്റുവാണെങ്കിൽ അല്പം നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് എണ്ണയൊന്ന് കോരി ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വരും. നിങ്ങൾക്കത് കാണാൻ പറ്റും. നന്നായിട്ട് തന്നെ അതൊന്ന് എന്താ പറയുക, അതിൻ്റെ ലെയേഴ്സൊക്കെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പം അതിങ്ങനെ വിടർന്നൊക്കെ വരുന്നത് കാണാൻ പറ്റും ആ ലെയേഴ്സ്. അപ്പോൾ ഇനി ഇതിൻ്റെ നിറമൊക്കെ മാറി വരുന്നത് വരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒത്തിരി നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നിരക്ക് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഒരു പ്ലേറ്റിനകത്തോട്ട്. നിങ്ങൾക്ക് കണ്ടുകൂടാ, ലെയേഴ്സൊക്കെ നമുക്കിങ്ങനെ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം.
അങ്ങനെ നമ്മുടെ എഗ് പഫ്സ് ഇവിടെ റെഡിയാണ്. ഇത് ശരിക്കും എഗ് പഫ്സിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതിനു വേണ്ടി ഷീറ്റ് ഉണ്ടാക്കുന്ന പണിപ്പാടൊന്നും വേണ്ട. നമുക്ക് ആ ലെയേഴ്സ് തന്നെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്, കണ്ടോ? ആ ഒരു സൂപ്പർ ടേസ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് എഗ് ആയിട്ട് ഉണ്ടാക്കേണ്ട, നിങ്ങൾക്ക് വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെജിറ്റബിൾ മസാല ഫില്ല് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നത് എന്നുള്ളത്. ഇതാ കണ്ടില്ലേ, അതൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് വലിയ പാടൊന്നുമില്ല. ഞാനത് ഇങ്ങനെ വലിയ വിശദമായിട്ട് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഒത്തിരി വലിയ പ്രോസസ്സാണോ എന്നൊക്കെ തോന്നുന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചപ്പാത്തി പോലെ പരുത്ത ആ ഒരു കാര്യം ആ ഒരു പാട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. എങ്കിലാണ് നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയാണ്. അകാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു പഫ്സിൻ്റെ സോഫ്റ്റ്നെസ് പോലെ തന്നെ അകും സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.